ഹലോ ഗൈസ്, അപ്പം ഇന്ന് റിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. അവൾ അറിഞ്ഞിട്ടില്ല, അവൾ കുളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുളിച്ചിറങ്ങുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവൾ ഇറങ്ങിയതിന് ശേഷമുള്ള വീഡിയോ കാണാം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ സാധനം. മാറ്റാൻ വേണ്ടി അപ്പം നമ്മൾ അവർക്ക് കേക്ക് മാത്രമല്ല വേറൊരു ഇതും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. സർപ്രൈസ് കേക്ക് കൂടെ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അന്ന് കണ്ടില്ലേ, 3 ദിവസം ഞാൻ കിടന്നത്. മാംഗോ പിന്നെ അവൾക്ക് നിനക്ക് ആവശ്യത്തിന് ഇട്ടുണ്ടല്ലോ. പിന്നെ ഇന്നലത്തൊന്നും കാണാൻ പറ്റില്ല. ഇന്നത്തെ ഇത് കേക്കല്ല, തോള് വേഗം പിടിച്ച് ഫ്ലവർ പിടിച്ച് വെക്കോ കഴിഞ്ഞ് കേക്കാണോ? എങ്ങനെ അപ്പൊ ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കണ്ടു കൊടുക്കാം. എന്താണത്? ചിക്കൻ കറിയാണ് അനക്കുള്ള ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇല്ലല്ല, അതാക്കൊന്നുമില്ല. ഇന്നെന്റെ ഗിഫ്റ്റ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ മൈ വൈഫ്, മൈ ലവ്. ചെറിയൊരു ചെയിനാണ്, നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു ചെയിനാണ്. ഹാപ്പി ആയോ? ഓക്കെ ബൂബു, അത് കാണിച്ചു, ഞാൻ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ ആരെ വീഡിയോ എടുക്കുക? എടുപ്പാരെ ഒന്ന് വീഡിയോ എടുത്തത്. ഇവന് ഫുൾ ടൈം ഫോണിലാണ്, ഫോണുമെന്ന് എണീക്കാത്ത വ്യക്തി. വാ, ഞാനാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് മറ്റേ വീഡിയോ പോർട്രേറ്റ് ആയി പോയത്. എല്ലാവരും ക്ഷമിക്കണം. ഇതൊന്നും ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുക്കില്ല എന്ന് പറയും. ഇത് ഇട്ട് കൊടുക്കട്ടെ. ഇത് ഇങ്ങനെയൊക്കെയാണോ ഒരു സെറ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനല്ല, ഞാൻ എടുക്കാറില്ല. അവളെ ഇടക്കിടക്ക് ഗോൾഡ് വാങ്ങാൻ വേണ്ടി പോകും, അതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരറിയാം. നമ്മളുണ്ടാകണ്ട, നമ്മള് ഗ്യാസ് മാത്രം ഗ്യാസ്. എന്റെ ഇൻവെസ്റ്റ്മെന്റ് അവരുടെ പണക്കാരനാക്കിയ. ഓക്കെ, അടുത്ത മാസം ബാങ്കിലേക്ക് അതെന്താ വർത്താനം പറയാൻ? ഇതൊക്കെ ബാങ്കിൽ വെച്ചിട്ട്
അപ്പൊ സ്വപ്നമില്ല ചാവി അങ്ങനെ നമ്മൾ ചാവി അപ്പൊ നിക്കടാ ഞാൻ ഉണ്ടാക്കുന്ന എന്താ ഡ്രസ് ചേച്ചിയിലേക്കാണ് നേരത്തെ ഡ്രസ്സോ അടിപൊളി നല്ല ടോപ്പാണ് അല്ലേ നല്ല ബൂബു എനക്കൊന്നുമില്ലേ വണ്ടി അപ്പൊ അങ്ങനെ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ ആൻഡ് ബർത്ത്ഡേ വ്ലോഗ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞാൻ പള്ളി ചിക്കനും കൂടി ചോർന്നു. ആ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഫുഡ് ഇത്ര സമയമായതുകൊണ്ട് നമ്മളെ വയനാട്ടിൽ ഒരു 10 മണിക്ക് ശേഷം പിന്നെ ഫുഡൊന്നും കിട്ടില്ല. ഒരു ഇതാണ്, എല്ലാവരും ഹോട്ടലിലേക്ക് അടച്ചു പോകും. 10 മണിയാകുമ്പോഴത്തേനും ഹോട്ടൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കിട്ടും. വയനാട്ടിൽ നിന്നല്ല, നമ്മളെ ഈ പൊതുവെ ഈ മേപ്പാടി വടുവഞ്ചാൽ ആ ഒരു ഏരിയ. അപ്പോൾ ആരെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ല ഇവിടെ എവിടെയില്ല, ചെറിയ ഹോട്ടലുകളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാം കൂടെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.